ലേഖനത്തിലെ ആദ്യത്തെ 4 പുസ്തകങ്ങളായിരിക്കുന്ന സുവിശേഷങ്ങൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രവും അവിടുത്തെ ശുശ്രൂഷകളും അവിടുന്ന് ചെയ്തിരിക്കുന്ന അത്ഭുത പ്രവൃത്തികളുടെയും വലിയൊരു വിശദീകരണമാണ് ആദ്യത്തെ 4 പുസ്തകങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ 5-ാമത്തെ പുസ്തകമായിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി മുതൽ ഒരു പുതിയ ചരിത്രം ആരംഭിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ആദ്യത്തെ അധ്യായത്തിൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും അതോടൊപ്പം അനുബന്ധമായി നടക്കുന്ന ചില വിഷയങ്ങളും സഭാ ചരിത്രം ആരംഭിക്കപ്പെടുന്നതുമാണ് അപ്പോസ്തല പ്രവൃത്തി ആരംഭ പുസ്തകങ്ങളിൽ ആരംഭ അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഏറ്റവും വ്യത്യസ്തമായിരിക്കുന്ന ഒരു ആത്മീക തലം, ഏറ്റവും വ്യത്യസ്തമായിരിക്കുന്ന ഒരു ചരിത്രം ആരംഭിക്കുന്ന ഒരു തുടക്കത്തിൻ്റെ ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്നതിനകത്ത് അല്പം പോലും സംശയമില്ല. അതിൻ്റെ ആരംഭ അധ്യായത്തിൽ, പ്രത്യേകിച്ച് 2-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെയാണ് അതിനകത്ത് ആലേഖനം ചെയ്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ഇറങ്ങി വരികയും അവർ ഭയങ്കര ശക്തമായി ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകൾ പറഞ്ഞുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി ആരംഭിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ കൂടെ 3.5 കൊല്ലം സന്തത സഹചാരികളായി നടന്ന അപ്പോസ്തലന്മാർ വളരെ വ്യത്യസ്തമായിരിക്കുന്ന തലങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു മേഖല നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാനായിട്ട് കഴിയും. ഏറെക്കുറെ യേശുക്രിസ്തുവിനേക്കാൾ അധികം ലോകത്തിൻ്റെ അറ്റത്തോളം, അല്ലെങ്കിൽ അവിടുന്ന് സഞ്ചരിച്ചതിനേക്കാൾ കൂടുതൽ ദൂരം സഞ്ചരിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സത്യസുവിശേഷം ലോകത്തോട് അറിയിക്കുവാൻ ശിഷ്യന്മാരെ കർത്താവായ യേശുക്രിസ്തു പ്രാപ്തീകരിക്കുവാനായിട്ട് ഇടയായി. അവരെ അതിനു വേണ്ടിയിട്ട് സഹായിച്ചത് പരിശുദ്ധാത്മാവായിരുന്നു എന്ന് നിസ്സംശയം പറയാനായിട്ട് കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ് വ്യത്യസ്തമായിരിക്കുന്ന ഒരു ശുശ്രൂഷയ്ക്കും വ്യത്യസ്തമായിരിക്കുന്ന ഒരു ചരിത്രം ആരംഭിക്കുന്നതിന് കാരണമായി തീർന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനങ്ങൾ, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ചിന്തകൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടേണ്ടുന്നതിൻ്റെ ആവശ്യകതകൾ ഒട്ടും തന്നെ ചെറുതല്ല എന്നുള്ളത് വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് ഇല്ലാത്തടത്തോളം, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകളും പ്രവൃത്തികളും ഇല്ലാത്തടത്തോളം ഏതൊരു സംരംഭവും പൊളിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ഏതൊരു സംരംഭവും വിജയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ വളരെ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അത് തുടക്ക പുസ്തകമായിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി മുതൽ ഇങ്ങോട്ട് 21 നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴത്തേക്കും നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമാണ്. ഒന്നാമത്തെ ഇടത്ത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ഒന്നാമത്തെ ഇടം വിശദീകരിക്കുമ്പോൾ അപ്പോസ്തലന്മാർ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തിമത്തായ ഒരു പദം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് 120 പേരുടെ ഒരു സംഘം ഒരുമിച്ച് ഒരു മാളിക മുറിയിൽ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അവരുടെ അടുക്കിലേക്ക് കൊടും മുഴക്കത്തോടുകൂടെ, കൊടിയ കാറ്റടിക്കുന്നത് പോലെ, അഗ്നി പോലെ പിളർന്ന നാവുകളോടുകൂടെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. കൂടി നിന്ന ജനം മുഴുവനും വ്യത്യസ്ത ഭാഷകളിൽ സംസാരിക്കുന്ന ഇവരുടെ വർത്തമാനം കേട്ട് 3000-ഓളം പേർ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് ആദ്യത്തെ അധ്യായങ്ങളിൽ, അപ്പോസ്തല പ്രവൃത്തി 1-2 അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില വസ്തുതകളാണ് ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ട് ടെൻഡ് ഹോളി സ്പിരിറ്റ് ശ്രമിക്കുന്നത്. ഈ ചിന്തകളിലേക്ക് നമ്മൾ തുടർന്ന് പ്രവേശിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വന്ന ഒരു എൻട്രി, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവേശനം, അതിന് വ്യത്യസ്തമായിരിക്കുന്ന ചില പദങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. കൊടിയ കാറ്റടിക്കുന്നത് പോലെ, അഗ്നി പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. പരിശുദ്ധാത്മാ ആഗമനത്തിൽ സംഭവിച്ചു എന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട 2 പദങ്ങൾ എന്ന് പറയുന്നത് കൊടിയ കാറ്റ്, പിളർന്ന അഗ്നിനാവുകൾ. എന്താണ് വാസ്തവത്തിൽ ഈ 2 പദങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞ അനന്തരം മുന്നോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുന്ന ഇടങ്ങളിലെല്ലാം വ്യത്യസ്തമായിരിക്കുന്ന 7 അനുഭവങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന 7 അനുഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൽ ഒന്നാണ് പരിശുദ്ധാത്മ സ്നാനം, അല്ലെങ്കിൽ പരിശുദ്ധാത്മ പ്രാപനം എന്ന് പറയുന്നത്. നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. തീർച്ചയായിട്ടും അത് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന ഒന്നാമത്തെ മാറ്റമാണ്. അതിനെ പരിശുദ്ധാത്മ ദാനം എന്ന് വിളിക്കുകയാണ്. 7 അനുഭവങ്ങളിൽ ഒന്നാമത്തേത് പരിശുദ്ധാത്മ ദാനമാണ്. നമ്മളെ പരിശുദ്ധാത്മാവാണ് രക്ഷയിലേക്ക് നയിച്ചത്. യേശുക്രിസ്തുവിനെ അംഗീകരിക്കുവാനും യേശുക്രിസ്തുവിലൂടെ രക്ഷ സ്വന്തമാക്കുവാനും പരിശുദ്ധാത്മാവാണ് നമുക്ക് തുണനിന്നത്. എന്നാൽ അതിൻ്റെ ഒരു 2-ാമത്തെ ഘട്ടമുണ്ട്, പരിശുദ്ധാത്മ സ്നാനം അല്ലെങ്കിൽ പരിശുദ്ധാത്മ പ്രാപനം എന്ന് പറയുന്നത്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ വരെ നമ്മുടെ ജീവിതം തോൽവി നിറഞ്ഞതും, ഇന്നലെ വരെ പലയിടങ്ങളിലും ആശങ്കകളോടുകൂടെ മുന്നോട്ട് പോയവരായിരുന്നു നമ്മൾ ഓരോരുത്തരും. എന്നാൽ തുടർന്നുള്ള ജീവിതം വളരെ ഗൗരവമായി നന്നായി നടത്തേണ്ടതിന് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അല്ലാത്ത പക്ഷം ഇന്നലകളിൽ നമ്മളെ സ്വാധീനിച്ചിരുന്ന സകല വസ്തുതകളും തിരികെ വന്ന് നമ്മളെ കീഴടക്കുവാനും പിന്നെയും പാപത്തിൻ്റെ അബദ്ധ വഴികളിൽ പോകാനുള്ള വലിയ സാധ്യതകളുണ്ട്.
അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, ഇപ്പോൾ ക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കിയാൽ നിങ്ങൾ പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. ആ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ വലിയ പങ്കാളിത്തമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അല്ലാതെ നമുക്ക് ആ അടിമനുഖത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് കഴിയത്തില്ല. അഥവാ പിന്നെയും ആ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് നമ്മളെ അത്യന്തപരമായി സഹായിക്കേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധാത്മാഗമനവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 2 പദങ്ങളാണ് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. അതിൽ ഒന്നാമത്തേത് കൊടിയ കാറ്റ് എന്നുള്ളതാണ്, രണ്ടാമത്തേത് പിളർന്ന അഗ്നിനാവുകൾ എന്നുള്ളതാണ്. വ്യത്യസ്തമായിരിക്കുന്ന ഈ 2 പദങ്ങളുടെ ചെറിയൊരു വിശദീകരണം പറഞ്ഞ് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. ഇവിടെ പിളർന്ന അഗ്നിനാവുകൾ അതാദ്യം ഒന്ന് പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായിട്ടാണ് അഗ്നിയെ, തീയെ ഉപയോഗിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ തീ പരിശുദ്ധാത്മാവല്ല, അഗ്നി പരിശുദ്ധാത്മാവല്ല, അതിൻ്റെ ഒരു പ്രതീകാത്മകമായിരിക്കുന്ന സൂചകം മാത്രമാണ്. അതിനോട് ഉപമിച്ചാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവേശനത്തെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് നിസ്സംശയം പറയാനായിട്ട് കഴിയും. നമ്മൾ ഫയർ ആൻഡ് സേഫ്റ്റി പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് തീ ഉണ്ടാകുന്നത് സംബന്ധിച്ച് ഒരു ചെറിയ ഡയഗ്രാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹീറ്റ്, ഓക്സിജൻ, ഫ്യൂവൽ, ഇങ്ങനെ 3 സംഭവങ്ങൾ ഒന്നിച്ച് ചേരുമ്പോഴാണ് തീ ഉണ്ടാകുന്നത്. ഞാൻ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇങ്ങനെയാണ് തീ പടർന്നു പിടിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു എലമെന്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ തീ അണഞ്ഞു പോകുമെന്നുള്ളതാണ്. ഓക്സിജൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീ അണഞ്ഞു പോകും. അവിടുന്ന് ഹീറ്റ് മാറ്റാൻ പറ്റുമെങ്കിൽ തീ അണഞ്ഞു പോകും. ഫ്യൂവൽ എടുത്ത് കളയാൻ പറ്റുമെങ്കിൽ തീ അണഞ്ഞു പോകും. ഏതെങ്കിലും ഒരു ഘടകത്തെ ഒഴിവാക്കി കഴിഞ്ഞാൽ തീയെ കെടുത്താനായിട്ട് കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഫയർ ഫൈറ്റേഴ്സ് വെള്ളമൊഴിക്കുന്നത്, ഡ്രൈ പൗഡർ ഉപയോഗിക്കുന്നത്, തീയെ കെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന മാർഗം ഉപയോഗിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇതിൽ ഏതോ ഒരു ഘടകം മാറുമ്പോഴത്തേക്കും തീ അണഞ്ഞു പോവുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. പരിശുദ്ധാത്മ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 2 പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതിൽ ഒന്ന് അഗ്നിനാവുകൾ എന്നുള്ളതാണ്. നമ്മുടെ ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവേശനം നടന്നിട്ടുണ്ട്. വളരെ ഗൗരവമായ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആഗമനം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മ പ്രവേശനം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിനെ പരിശുദ്ധാത്മ സ്നാനം എന്നാണ് തിയോളജിക്കലി, ദൈവശാസ്ത്രപരമായി പരിശുദ്ധാത്മ സ്നാനം എന്നാണ് അതിനെ വിളിക്കുന്നത്. എന്തിനാണ് പരിശുദ്ധാത്മ സ്നാനം എന്നിൽ നടന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യം വളരെ ഗൗരവമായി ചെയ്യേണ്ടതിനാണ് പരിശുദ്ധാത്മ സ്നാനം എന്നിൽ നടന്നിരിക്കുന്നത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മ സ്നാനം. നമ്പർ 1, പഴയ പാപങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ആവർത്തിക്കുന്നു. ഗലാത്യ ലേഖനത്തിലെ ആ വാക്ക് അടിമനുഖത്തിലേക്ക് പിന്നെയും പോകാതിരിക്കേണ്ടതിനാണ്. ജയകരമായിരിക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല, വ്യത്യസ്തമായിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം കൂടി അവിടെ ഉണ്ട്. ഇനി മുതൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് ആ പരിശുദ്ധാത്മ സ്നാനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള 2ാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോസ്തലന്മാരിൽ പരിശുദ്ധാത്മ സ്നാനം നടന്നതോടുകൂടെ ഗൗരവമായ പ്രസംഗങ്ങളിലേക്കും ആത്മീയ ശുശ്രൂഷകളിലേക്കും സഭാസ്ഥാപനങ്ങളിലേക്കും ലോകത്തിൻ്റെ അറ്റത്തോളം സുവിശേഷത്തെ എത്തിക്കുന്ന വലിയ ദൗത്യത്തിലേക്ക് അവർ മാറുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ 2ാമത്തെ ഉദ്ദേശം വലിയ ഉത്തരവാദിത്തങ്ങളാണ്. അടുത്ത ഒരു ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും ഗൗരവമായിരിക്കുന്ന ആത്മീക ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മ സ്നാനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അഗ്നിനാവുകൾ, അവരുടെ മേൽ പകരപ്പെട്ട ആ ആത്മസ്നാനത്തെ അഗ്നിനാവോട് തുല്യപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നീട് അവർ പറയുന്ന വാക്കുകൾക്ക് തീയോളം കട്ടിയുണ്ട്. പിന്നീട് അവരുടെ പ്രവൃത്തികൾക്ക് തീയോളം വലിപ്പമുണ്ട്. പിന്നീട് അവർ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് തീയോളം ശക്തിയുണ്ട് എന്നുള്ള ആശയത്തിലാണ് ആ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് തീയല്ല എന്നുള്ള കാര്യം പിന്നെയും ആവർത്തിക്കുന്നു. അതിനോട് ഉപമിച്ചിരിക്കുന്നത് പിന്നീട് നാം ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് തീയോളം കട്ടിയുണ്ട്, തീയോളം ബലമുണ്ട്, തീയോളം ദഹനശേഷിയുണ്ട് എന്നുള്ളതാണ്. പിന്നീട് നിങ്ങൾക്കത് കാണാനായിട്ട് കഴിയും. അപ്പോസ്തലന്മാർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും തീയുടെ കരുത്ത് വെളിപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. ഇത് വാസ്തവത്തിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ കൊടിയ മുഴക്കത്തോടുകൂടെ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരടയാളമായിട്ട് അവരുടെ മേൽ പതിഞ്ഞ ഒരു വസ്തുതയാകുന്നു. പിന്നീട് അവർ വളരെ ഗൗരവമുള്ള കാര്യത്തിന് വേണ്ടിയിട്ട്, ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് മാറി നിൽക്കുകയാണ്. എന്തിനാണ് ഈ കൊടിയ കാറ്റ്? ആ പദത്തിലേക്ക് നമ്മൾ വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ട്രയാങ്കിൾ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഓക്സിജൻ, ഹീറ്റ്, ഫ്യൂവൽ, ഈ 3 ഘടകങ്ങൾ ചേരുമ്പോഴാണ് തീ ഉണ്ടാകുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു എലമെന്റ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ തീ കെട്ടുപോകും. എന്നാൽ തുടർമാനമായി ഒരു കാറ്റടിക്കുക എന്നുണ്ടെങ്കിൽ തീ അണയ്ക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ളതാണ്. ഫയർ ഫൈറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റിയിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരോട് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും കാറ്റടിക്കുന്ന വശത്തേക്ക് തീ പടരുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. കാറ്റടിക്കുന്ന വശത്തേക്ക് തീ പടർന്നുകൊണ്ടിരിക്കും. പെട്ടെന്ന് അവർക്ക് അത് അണയ്ക്കാനായിട്ട് കഴിയത്തില്ല, തീയെ കെടുത്തിക്കളയാനായിട്ട് കഴിയത്തില്ല.
നമ്മുടെ ഉൾത്തടത്തിൽ വീണ പരിശുദ്ധാത്മാവിൻ്റെ ഒരു തീ, അല്ലെങ്കിൽ അതിനോടനുബന്ധമായി വരുന്ന ഒരു എനർജി, അതിനെ വാസ്തവത്തിൽ തീയോടാണ് ഉപമിച്ചിരിക്കുന്നത്. അത് കെട്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് തിരുവെഴുത്ത് നമ്മളോട് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം. അതിനു വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു കാറ്റ് ഇതിൻ്റെ മീതെ എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഒരു ശക്തിക്കും കെടുത്തിക്കളയാൻ കഴിയാത്ത നിലവാരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് നമ്മുടെ മേൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ വീണ തീ ആളിക്കത്തുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ ചില ദൈവദാസന്മാരോട്, ശുശ്രൂഷകന്മാരോട്, കർത്താവിന് വേണ്ടിയിട്ട് നിൽക്കാൻ താല്പര്യമുള്ളവരോട് വളരെ സ്നേഹത്തോടു കൂടെ പറയുന്നു, എന്നോ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ, നിങ്ങളുടെ കൊച്ച് പ്രാർത്ഥനാ ആലയത്തിൽ, നിങ്ങളുടെ കൊച്ചു വീട്ടിനകത്ത് നിങ്ങളുടെ മേൽ വീണ പരിശുദ്ധാത്മ സ്നാനമുണ്ട്. അതിന് രണ്ട് ഗൗരവമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണുള്ളത്. ഒന്ന്, പാപത്തിന്റെ അബദ്ധ വഴികളിൽ പോകാൻ പാടില്ലാത്തതും. രണ്ട്, ഗൗരവമായിരിക്കുന്ന ഒരു ഉത്തരവാദിത്തം അടുത്ത് നിങ്ങൾക്ക് ചെയ്യാനായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടും കൂടിയാണ്. അതിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നിരന്തരമായി അടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. കാര്യം, ഈ വീണ അഗ്നിയുടെ സ്പർശനം അത് കെട്ടുപോകാനായിട്ട് പാടില്ല. ഈ വീണ ആത്മീക ശക്തി അത് അണഞ്ഞു പോകാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്നത്, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നമ്മുടെ മേൽ വീണ ഒരു ആത്മശക്തിയുണ്ട്. നമ്മുടെ മേൽ വീണ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിഴലുണ്ട്. നമ്മുടെ മേൽ പതിഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു അനുഭൂതിയുണ്ട്. അത് കെട്ടുപോകാൻ പാടില്ലാത്തതാണ്. അതിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് നിരന്തരമായി അടിക്കുമ്പോൾ അവസാനത്തെ ദിവസം വരെ അത് ആളിക്കത്തുവാനായിട്ട് ഇടയായിത്തീരും. ലോകത്തിൻ്റെ ഒരു ശക്തിക്കും ആ തീയെ കെടുത്തിക്കളയാനായിട്ട് കഴിയാതിരിക്കട്ടെ. ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് ആ തീയെ കെടുത്തിക്കളയാതിരിക്കാൻ കഴിയട്ടെ. ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾക്ക് ആ തീയെ കെടുത്തിക്കളയാതിരിക്കാൻ കഴിയട്ടെ. സ്ഥാനങ്ങൾക്ക്, അംഗീകാരങ്ങൾക്ക്, പണത്തിന്, പ്രശംസകൾക്ക് നമ്മുടെ മേൽ വീണ ആത്മശക്തിയുടെ തീയെ കെടുത്തിക്കളയാതെ അതിലേക്ക് നിരന്തരം പരിശുദ്ധാത്മാവിൻ്റെ കാറ്റടിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നവരുണ്ടെങ്കിൽ നമ്മെ അഗ്നിനാവുകളായി ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവിന് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലൻ തുടക്ക അധ്യായത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. അവൻ കാറ്റുകളെ തൻ്റെ ശുശ്രൂഷകന്മാരായി, കാറ്റുകളെ തൻ്റെ ദൂതന്മാരായി, അഗ്നിജ്വാലകളെ തൻ്റെ ശുശ്രൂഷകന്മാരായി ഉപയോഗിക്കുന്നു. ഇംഗ്ലീഷിലാണ് വളരെ രസകരമായിരിക്കുന്ന ആ വാക്യം. ഇംഗ്ലീഷിൽ വായിച്ചാൽ നിങ്ങൾക്കത് കുറച്ചുകൂടി അതിൻ്റെ ആഴം പിടികിട്ടും. ഹി മേക്സ് ഹിസ് സെർവൻസ് ആസ് ദ ഫ്ലെയിംസ് ഓഫ് ഫയർ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തീയ ശുശ്രൂഷകന്മാരാക്കുന്നു എന്നുള്ളതല്ല, ശുശ്രൂഷകന്മാരെ തീ ജ്വാലകളാക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഇംഗ്ലീഷിൽ ആ പദം വിശദീകരിച്ചിരിക്കുന്നത്. ഹി മേക്സ് ഹിസ് സെർവൻസ് ആസ് ഫ്ലെയിംസ് ഓഫ് ഫയർ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ്റെ ശുശ്രൂഷകന്മാരെ അവൻ അഗ്നിജ്വാലകളാക്കുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ ടെൻഡ് ഹോളി സ്പിരിറ്റ് നിങ്ങളോട് വളരെ ആവേശത്തോടു കൂടെ പറയുന്നു, 1-ാമത്തെ നൂറ്റാണ്ടിൽ 120 പേർ കൂടിയിരുന്ന സംഘത്തിലേക്ക് അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷപ്പെട്ടത് ഒരു വലിയ ഉത്തരവാദിത്വം 1-ാമത്തെ നൂറ്റാണ്ടിൽ തന്നെ തുടങ്ങി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് 21-ാം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ തീ അണഞ്ഞു പോയിട്ടില്ല എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. ആ തീയെ കെടുത്താൻ ഒറ്റ ശക്തിക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കാര്യം. നിരന്തരം അതിൻ്റെ മേൽ ഒരു കൊടിയ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴൊക്കെ ഈ തീയെ കെടുത്തി കളയാൻ വേണ്ടിയിട്ട് വലിയ ആൾക്കാർ എഴുന്നേറ്റ് വന്നിട്ടുണ്ടോ, ദുരുപദേഷ്ടാക്കന്മാർ എഴുന്നേറ്റ് വന്നിട്ടുണ്ടോ, പരീക്ഷ സംഘങ്ങൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ടോ, അപ്പോഴെല്ലാം ഈ കൊടിയ കാറ്റ് ആവർത്തിച്ച് അതിലേക്ക് വീശിയിട്ടുണ്ട്. ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്നവരിൽ വീണ ഒരു തീയുടെ ഒരു ജ്വലനമുണ്ട്. അതിനെ കെടുത്തിക്കളയാൻ വട്ടം കൂടുന്ന സകല പൈശാചിക ശക്തികളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൊടിയ കാറ്റ് അതിലേക്ക് ഒന്ന് അടിക്കട്ടെ. ആ കൊടിയ കാറ്റ് അടിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വീണ ആ പരിശുദ്ധാത്മ സ്നാനത്താൽ നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ആ ജ്വലനം അല്ലെങ്കിൽ ആ ജ്വാല നിങ്ങളിൽ ആളിക്കത്തുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾ മുന്നോട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇവരുടെ മേൽ വീണ ആത്മശക്തിയുടെ അല്ലെങ്കിൽ ഇവരുടെ മേൽ പതിഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ ഔട്ട്പുട്ടുകൾ നടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. 4 ഇടങ്ങളിൽ പിന്നെയും ആവർത്തിക്കപ്പെട്ട് പരിശുദ്ധാത്മ സ്നാനം നടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ആ 4 ഇടങ്ങളിലും വ്യത്യസ്തമായിരിക്കുന്ന അനുഭൂതികൾ, വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങൾ അപ്പോസ്തലന്മാർ പങ്കുവെക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മ സ്നാനം നടന്നതോടുകൂടി അവരെല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു എന്നുള്ളതാണ്. ആ അന്യഭാഷയുടെ സംസാരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ആ അധ്യായം താഴോട്ട് വരുമ്പോൾ വായിച്ചറിയാനായിട്ട് കഴിയും. 16 രാജ്യങ്ങളിലായിട്ട് 16 ഭാഷകൾ സംസാരിക്കുന്ന വ്യത്യസ്ത ആൾക്കാർ അവിടെ വന്നുകൂടി. ഇവർ പറഞ്ഞ വർത്തമാനങ്ങൾ നിമിത്തം അവരുടെ പാപങ്ങളെ വിവേചിക്കുകയും അല്ലെങ്കിൽ അവരുടെ പാപങ്ങൾക്ക് ബോധ്യമുണ്ടാകുകയും 3000-ഓളം ആൾക്കാർ ഒറ്റ ആ നിമിഷത്തിൽ രക്ഷിക്കപ്പെടുന്നതുമാണ് അന്യഭാഷ സംസാരവുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന ഏറ്റവും വലിയ കാര്യം. അഥവാ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വീണപ്പോൾ, ഒരു അഗ്നി അവരുടെ മേൽ കത്തിയപ്പോൾ അവിടെ സംഭവിക്കുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അവർ വ്യത്യസ്ത ഭാഷകളിൽ സംസാരിച്ചു. കൂടി വന്ന വ്യത്യസ്ത ഭാഷക്കാർക്ക് ആ കാര്യം മനസ്സിലാകുകയും അവർ രക്ഷയിലേക്ക് വരികയും ചെയ്തു എന്നുള്ളതാണ്.
കേവലം അന്യഭാഷ എന്ന് പറയുന്നത് ആർക്കും മനസ്സിലാകാത്ത എന്തോ ഒന്ന് മാത്രമായിട്ടല്ല. തീർച്ചയായിട്ടും അന്യഭാഷയ്ക്ക് വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ പങ്കുവെക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ അന്യഭാഷയുടെ ഏറ്റവും ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് അതൊരു മാസ് ഡെലിവറൻസിന് വേണ്ടിയിട്ടാണ്. മറ്റ് ജാതിക്കാർ, മറ്റ് ഭാഷക്കാർ വിടിവിക്കപ്പെടേണ്ടതിന് അന്യഭാഷയ്ക്ക് ഒരു ഉദ്ദേശമുണ്ട്. എന്നാൽ അത് മാത്രമല്ല, പിന്നെയും ഒന്ന് രണ്ട് ഉദ്ദേശങ്ങൾ പിന്നെയും ഉണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ഇടത്ത് അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മ സ്നാനം നടന്നപ്പോൾ 3000-ഓളം പേർ രക്ഷിക്കപ്പെടുവാൻ, 16 വ്യത്യസ്ത ഭാഷക്കാരോട് സംസാരിക്കുവാൻ അന്ന് ആ ആത്മസ്നാനത്താൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാരെ ചാട്ടവാർ കൊണ്ട് അടിപ്പിച്ചും വളരെ ദേഹോപദ്രവം നടത്തി അവരെ വീട്ടിലേക്ക് തിരിച്ചു വിടുമ്പോൾ അവർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സംഭവം അപ്പോസ്തലപ്രവൃത്തി 4-ൽ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ വീട് മുഴുവനും കുലുങ്ങി പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവർ ധൈര്യത്തോടെ ദൈവവചനം പ്രസംഗിച്ചു എന്ന് അവിടെ വായിക്കുകയാണ്. പിന്നെയും പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടായ 2-ാമത്തെ ഇടത്ത് അതിന്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അവർ ദൈവവചനം ധൈര്യത്തോടു കൂടെ പ്രസംഗിച്ചു എന്നുള്ളതാണ്. ആരാനും ഇന്ന് ദൈവവചനം പ്രസംഗിക്കുവാനും സാക്ഷിയാകുവാനും മടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഒരു ജ്വാല പിന്നെയും നിങ്ങളിൽ കത്തേണ്ടതായിട്ടുണ്ട്. ധൈര്യത്തോടുകൂടെ ദൈവവചനം പ്രസംഗിക്കുവാൻ ആ പരിശുദ്ധാത്മ സ്നാനം നിങ്ങളിൽ ആവശ്യമായിരിക്കുകയാണ്, അനിവാര്യമായിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോസ്തലപ്രവൃത്തി 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാ സ്നാനം നടക്കുന്ന മറ്റൊരിടം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അത് കൊർന്നലിയോസിന്റെ ഭവനമാണ്. അവിടെ പരിശുദ്ധാത്മ സ്നാനം നടക്കുമ്പോഴത്തേക്കും 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. അഥവാ പരിശുദ്ധാത്മാ സ്നാനത്തിന്റെ മറ്റൊരു ഔട്ട്പുട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അത് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്, ആരാധിക്കുക എന്നുള്ളതാണ്. അതുവഴി വലിയ വിടുതൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് ഇടയെ തീർന്നു. അപ്പോസ്തലപ്രവൃത്തി 19-ാമത്തെ അധ്യായത്തിൽ എഫെസോസിൽ യോഹന്നാന്റെ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മ സ്നാനം നടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. വിശുദ്ധ പൗലോസ്ലീഹ തന്റെ കൈവയ്പിനാൽ താൻ കൈവച്ചപ്പോഴത്തേക്കും യോഹന്നാന്റെ ശിഷ്യന്മാരെല്ലാവരും ആത്മസ്നാനം പ്രാപിച്ചു എന്ന് നമ്മൾ അവിടെ വായിക്കുകയാണ്. അതിന്റെ ഒരു ഔട്ട്പുട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരിൽ ആത്മസ്നാനം നടന്നപ്പോഴത്തേക്കും അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു എന്ന് അവിടെ വായിക്കുകയാണ്. കണ്ടോ നിങ്ങൾ, വ്യത്യസ്തമായിരിക്കുന്ന 4 അനുഭവങ്ങൾ. ഒന്നാമത്തെ ഇടത്ത് 16 വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുമ്പോൾ ആ കൂടി വന്നവർ വിടുവിക്കപ്പെടുകയാണ്. 2-ാമത്തെ ഇടത്തിൽ പരിശുദ്ധാത്മ സ്നാനം നടന്നപ്പോൾ അവർ വചനം ധൈര്യത്തോടുകൂടെ പ്രസംഗിച്ചു എന്നാണ്. 3-ാമത്തെ ഇടത്ത് പരിശുദ്ധാത്മ സ്നാനം നടന്നപ്പോൾ അവർ അന്യഭാഷ സംസാരിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. അഥവാ അതിഭയങ്കരമായ ആരാധനയും ശുശ്രൂഷയുമാണ് അവിടെ വെളിപ്പെട്ടത്. 4-ാമത്തെ ഇടത്ത് പരിശുദ്ധാത്മ സ്നാനം നടന്നപ്പോൾ അവർ പ്രവചിച്ചു എന്നുള്ളതാണ്. ഈ 4 ഇടങ്ങളിലും വ്യത്യസ്തമായിരിക്കുന്ന ഒരു ഉദ്ദേശം പരിശുദ്ധാത്മ സ്നാനവുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. ഈ 4ഉം ഇന്നും അനസ്യൂതമായി തുടരുന്നു. വളരെ ഗൗരവമായി അത് തുടരുന്നു. നിലയ്ക്കാത്ത ഒരു ഒഴുക്ക് പോലെ, നിലയ്ക്കാത്ത ഒരു ഫ്ലോ പോലെ ഇന്നും അത് സഞ്ചരിക്കുന്നു. അത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നിങ്ങളുടെ മേൽ വീണ ആത്മശക്തി അതൊരു കൊടിയ കാറ്റ് പോലെ പരിശുദ്ധാത്മാവ് അതിൻ്റെ മേലെ അടിക്കുകയാണ്. അതൊരു തീയാണ് എന്നുള്ള കാര്യം മറന്നുപോയത്. ആർക്കും അത് കെടുത്തിക്കളയാനായിട്ട് കഴിയത്തില്ല. ലോകത്തിൻ്റെ ഒരു വെള്ളങ്ങൾക്കും അതിനെ നശിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. ഒരു ഡ്രൈ പൗഡറിനും അതിനെ തകർത്ത് കളയാനായിട്ട് കഴിയത്തില്ല. അത്രയും ഗൗരവമായിരിക്കുന്ന ഒരു ആത്മശക്തി തീയുടെ ഒരു അളവിൽ, തീയുടെ അതേ ഒരു കട്ടിയിൽ, തീയെ എങ്ങനെ ഉപമിക്കാമോ അതോളം വരുന്ന രീതിയിൽ നിങ്ങളുടെ മേൽ അത് പകരപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ദേശങ്ങൾ വെറും അന്യഭാഷ പറച്ചിൽ മാത്രമല്ല. വളരെ പണ്ട് പെന്തക്കോസ്തിന്റെ ആദ്യകാലങ്ങളിൽ പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ഏകവും പ്രത്യക്ഷമായ അടയാളം അന്യഭാഷയാണെന്ന് പലരും പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വാസ്തവത്തിൽ അന്യഭാഷ പറയാൻ വേണ്ടിയിട്ട് മാത്രമല്ല ആത്മസ്നാനം. തീർച്ചയായിട്ടും വചനം ധൈര്യത്തോടുകൂടെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ്, ശക്തമായ ആത്മീക ആരാധനയ്ക്ക് വേണ്ടിയിട്ടാണ്, ശക്തമായ ആത്മീക പ്രവചനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ മേൽ എന്തൊക്കെ കൃപാവരങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം ശക്തമായ ജ്വലനത്തിന് നിങ്ങളെ ഏറ്റവും അധികം സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, പരിശുദ്ധാത്മ സ്നാനമാണ്. അതുകൊണ്ട് ഈ ദൈവവചനം കേട്ട എല്ലാവരെയും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ മേൽ വീണ ഒരു ആത്മീക തീയുണ്ട്, അത് കെട്ടുപോകാൻ നിങ്ങൾ അനുവദിക്കരുത്. അത് അനേകം പേർക്ക് പ്രയോജനമുണ്ടാകാൻ, അനേകം പേരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ, ലോകത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ സാക്ഷിയാകാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനോടൊപ്പം നടക്കാം. ടെൻഡർ ഹോളി സ്പിരിറ്റ് വളരെ ആദരപൂർവ്വം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.